വ്രതശുദ്ധിയുടെ നിറവിൽ വിശ്വാസികൾക്കിന്ന് ചെറിയ പെരുന്നാൾ ആഘോഷമാണ്. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. ലോകം യുദ്ധമുഖത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടാണെങ്കിലും സമാധാനം പുലരണമെന്ന് പാളയം ഇമാം ഈദ് സന്ദേശത്തിൽ പറഞ്ഞു. യുദ്ധപശ്ചാത്തലത്തിൽ പെരുന്നാൾ ദിനം പ്രാർത്ഥനാ ദിനം കൂടിയാകണമെന്ന് സാദിഖ് അലി തങ്ങൾ പ്രതികരിച്ചു. ദിവസം നീണ്ട വ്രതശുദ്ധിയുടെ ദിനരാത്രങ്ങൾക്ക് ശേഷം ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷത്തിലാണ്. സൗഹൃദത്തിന്റെയും കരുതലിന്റെയും സന്ദേശമുയർത്തി നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളികളിലും ഈദ്ഗാഹുകളിലും ഒത്തുചേർന്നത്. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് പാളയം ഇമാം നേതൃത്വം നൽകി. വെറുപ്പിനെ സ്നേഹം കൊണ്ട് പ്രതിരോധിക്കണമെന്ന ഈദ് സന്ദേശം. ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ആളുകൾക്കിടയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കണം. യുദ്ധപശ്ചാത്തലത്തിൽ ആഘോഷത്തിനപ്പുറം ഇത് പ്രാർത്ഥനാ ദിനമെന്ന് സാദിഖ് അലി തങ്ങളുടെ പ്രതികരണം. ലോകമെങ്ങും അസമാധാനവും അശാന്തിയും യുദ്ധത്തിന്റെ കുടിലതകളും അതുകൊണ്ട് തന്നെ പ്രത്യേകമായി അതിനുവേണ്ടി പ്രാർത്ഥനകൾ നടത്തേണ്ടതുണ്ട്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് കടപ്പുറത്ത് നടന്ന ഈദ് നമസ്കാരത്തിന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ നേതൃത്വം നൽകി. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലും പ്രാർത്ഥനാ ചടങ്ങുകളിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്. നടൻ ആസിഫ് അലിയും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനെത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം.